ഹലോ എവറി വൺ, ജസ്റ്റിൻ ലോയിസ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം പേര് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഏത് പ്രാർത്ഥനാ പുസ്തകമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകത്തിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ജസ്റ്റിൻ ലോയിസ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങി, മസ്റ്റായിട്ട് പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ ഒക്കെ, വിലയേറിയ കമൻറ്റുകൾ ഓഫ് കോഴ്സ് നല്ലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ കമൻറ്റുകൾ. അപ്പോൾ കമൻറ്റുകളൊക്കെ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ 8921965862 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു ഹായ് വിടാമെന്നുണ്ടെങ്കിൽ ജസ്റ്റിൻ ലോയിസ് 22886111@gmail.com ഈ ഒരു ഇമെയിലിലേക്കാണെങ്കിലും ഹായ് വിട്ടാൽ മതി. അപ്പോൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേർന്നായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പ് നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. ഒത്തിരിയേറെ പ്രാർത്ഥനകൾ കുരിശിൻ്റെ വഴിയുമൊക്കെ ആയിട്ട് കുറേയധികം സാക്ഷ്യങ്ങളും നല്ല നല്ല പ്രാർത്ഥന ഇൻറ്റൻഷൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു വളരെ ആക്റ്റീവായിട്ടുള്ള കുറേ മെമ്പേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. UK നിന്നും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സന്തോഷം എല്ലാവരെയും ആ ഒരു ചാനലിൽ വന്നിട്ടും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ പുസ്തകത്തെക്കുറിച്ചാണ്. പലരും ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകം ഏതാണ്, അല്ലെങ്കിൽ ഏത് പ്രാർത്ഥനാ പുസ്തകമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ഹിന്ദികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെഹിയോൻ, നമുക്കറിയാം എല്ലാവർക്കും, അട്ടപ്പാടി ധ്യാന കേന്ദ്രമാണ് സെഹിയോൻ അട്ടപ്പാടി അല്ലേ. അട്ടപ്പാടി എന്നുള്ള പ്രാർത്ഥനാ പുസ്തകമാണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ കണ്ടോ, അട്ടപ്പാടിയുടെ ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളും ഇതിനകത്ത് ഉണ്ട് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് സെഹിയോൻ പ്രാർത്ഥനാ പുസ്തകം. മോസ്റ്റ്ലി എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള പ്രാർത്ഥനകളും ഉൾക്കൊള്ളിച്ച്, കുരിശിൻ്റെ വഴി ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകമാണ്. ഏകദേശം 1 മുതൽ 144 പേജസ് അടങ്ങിയ ഒരു പ്രാർത്ഥനാ പുസ്തകമാണ്. വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾക്ക് കുറേ അധികം പ്രാർത്ഥനകൾ നമ്മുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്കും അല്ലാതെയുള്ള ആളുകൾക്കും പ്രാർത്ഥനകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയൊരു ബുക്കാണിത്. വളരെ നല്ലൊരു ബുക്കാണ്. പൊതുവായ പ്രാർത്ഥനകളുണ്ട്, കുരിശടയാളം, പൊതുവായ പ്രാർത്ഥനകൾ കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളുണ്ട്, പ്രബോധന ജപങ്ങളുണ്ട്, അതുപോലെ അനുദിന പ്രാർത്ഥനകൾ. അങ്ങനെ അനുദിന പ്രാർത്ഥനകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-20 അനുദിന പ്രാർത്ഥനകളുണ്ട്, പ്രബോധന പ്രാർത്ഥനകളുണ്ട്, ദൈവകൽപ്പനയെക്കുറിച്ചുണ്ട്, പൊതുവായ പ്രാർത്ഥനകൾ. അങ്ങനെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടൻ്റായിട്ട് തിരിച്ച് എല്ലാം കൊടുത്തിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകമാണ് സെഹിയോൻ പ്രാർത്ഥനാ പുസ്തകം. അപ്പം നിങ്ങളുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചൊല്ലേണ്ട എല്ലാ പ്രാർത്ഥനകൾ, രോഗികളായിട്ടുള്ള ആളുകൾക്കുള്ള പ്രാർത്ഥനയുണ്ട്, ഗർഭിണികളായിട്ടുള്ള ആളുകൾക്കുള്ള പ്രാർത്ഥനയുണ്ട്, എക്സാമിന് പോകുമ്പോൾ ചൊല്ലാവുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലാവുന്ന പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ച ഒരു പ്രാർത്ഥനാ പുസ്തകമാണ്. കുരിശിൻ്റെ വഴി ഫുള്ളുണ്ട്. അതുപോലെ മാതാവിൻ്റെ കണ്ണുനീർ ജപമാല പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ, ദിവികാരൻ്റെ നൊവേനയുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇപ്പം റോമൻ കാത്തലിക്സിന് അല്ലെങ്കിൽ കാത്തലിക്സിൻ്റെ ഇതിൽ കീഴിൽ വരുന്ന എല്ലാ പ്രാർത്ഥനകളും, മെയിനായിട്ടുള്ള പ്രാർത്ഥനകളും ഉൾക്കൊള്ളിച്ച് നമ്മുടെ ബുക്കാണ് സെഹിയോൻ്റെ പ്രാർത്ഥനാ പുസ്തകം. ഞാനിത് വാങ്ങിച്ചത് ആക്ച്വലി ഞാൻ പിന്നെ നമ്മുടെ അട്ടപ്പാടി സെഹിയോനിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പുസ്തകം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി, വീട്ടിലുണ്ട് എനിക്ക്, കൂടാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. അപ്പോൾ നമുക്ക് അവരുടെ സ്റ്റോളിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ക്രിസ്ത്യാനികളുടെ ലൈക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, മീൻസ് ബൈബിളുകൾ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനാ പുസ്തകം അവൈലബിൾ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് കിട്ടാനുള്ള അഡ്രസ്സ്, കാര്യങ്ങൾ, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വിട്ടാൽ മതി. 8921958862 എന്ന വാട്സപ്പിൽ മെസ്സേജ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരാം നമുക്ക്. അപ്പം അത് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, വില ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ. വളരെ കുറച്ച് പൈസയേ ഉള്ളൂ, ഒത്തിരി പൈസയൊന്നുമില്ല ഈ പുസ്തകത്തിന്. എത്രയാണ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇതിനകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എത്രയാണ് വിലയാണെന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം എത്ര വിലയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ എങ്കിലും ഒരു 100 താഴെ കണ്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വില. അതിൽ കൂടുതലൊന്നും ഇതിന് വിലയില്ല. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ സെഹിയോൻ്റെ ഈ പ്രാർത്ഥനാ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഹിയോനിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്നവർ പോകുന്നവരാണെങ്കിൽ പറഞ്ഞു വിട്ടാലും മതി, അവർ മേടിച്ചുകൊണ്ട് വരും. നമുക്കൊത്തിരി ആളുകൾ യൂസ് ചെയ്യുന്നൊരു പുസ്തകമാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകമാണ് ഞാൻ മോസ്റ്റ്ലി നമ്മുടെ പ്രാർത്ഥനകൾക്കും ഒക്കെ യൂസ് ചെയ്യുന്നൊരു പുസ്തകം. വളരെ ഉപകാരപ്രദമായ പ്രാർത്ഥനാ പുസ്തകമാണ്.
അതുപോലെ നമുക്കറിയാം കൃപാസനത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകം, പിന്നെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്ന പ്രാർത്ഥനാ പുസ്തകമാണ് ഈ പ്രാർത്ഥനാ പുസ്തകം. നമ്മൾ കൃപാസനത്തിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് ഇത്. നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഈ പ്രാർത്ഥനയുടെ എല്ലാം തന്നെ നമുക്ക് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർക്കുക, നമ്മൾക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും വലിയ താങ്ക്സ്. നമ്മുടെ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് പോകണം. ഒത്തിരി മെമ്പേഴ്സൊക്കെ ആഡ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്. കൃപാസനം ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ സപ്പോർട്ട് ചെയ്യുക, യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ.